നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വാസ്തവത്തില് ഈ സത്യങ്ങള് എന്റെ നെഞ്ചു കിടന്ന് നേരെ പോകുകയായിരുന്നു. ഇപ്പൊ ഇത് എടുത്തിയോട് പറഞ്ഞപ്പോ എന്റെ മനസ്സിലെ ഭാരം പകുതി കുറഞ്ഞു. അരുണേട്ടനുമായിട്ട് ഒരുമിച്ച് പഠിച്ചിരുന്നത് അശ്വതി ചേച്ചി. അവര് തമ്മില് ഇഷ്ടമായിരുന്നു. അങ്ങനെയാ ശ്രീകുട്ടി ജനിക്കുന്നത്. എന്നിട്ട് ആ രഹസ്യങ്ങളൊക്കെ ആദ്യം അറിയായിരുന്നു. അരുണേട്ടന്റെയും അശ്വതി ചേച്ചിയുടെയും ജീവിതത്തിൽ പിന്നീട് എന്തൊക്കെ സംഭവിച്ചെന്നോ അവരെങ്ങനെയാണ് അകന്നു പോയതെന്നോ ഒന്നും ചേച്ചി എന്നോട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരിക്കലും അവർ അരുണേട്ടനെ കുറ്റപ്പെടുത്തിയിട്ടില്ല. ആദ്യം ഇതിൽ ഇടപെട്ടത് നമ്മുടെ കുടുംബം തകരാതിരിക്കാൻ വേണ്ടിയാ, നമ്മുടെ അരുണേട്ടന്റെ ജീവിതത്തിൽ തകർച്ച ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാ. അശ്വതി ചേച്ചി ഈ നാട്ടിലുള്ള കാര്യമൊന്നും അരുണേട്ടൻ അറിയില്ല. അരുണേട്ടൻ അറിയും മുമ്പ് അശ്വതി ചേച്ചിയെ ഈ നാട്ടിൽ നിന്നും മാറ്റാനായിട്ടാ നമ്മുടെ ആദ്യേട്ടൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് എടുത്തി നമ്മൾ തെറ്റിദ്ധരിച്ചത്. ശ്യാമേ, നീ പറയുന്നതൊക്കെ സത്യമാണല്ലോ അല്ലേ? ഞാൻ കള്ളമാണ് പറയുന്നതെന്ന് എടുത്തേക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. അശ്വതി ചേച്ചിയും ആദ്യേട്ടനും അരുണേട്ടനും 3 പേരും തെറ്റുകാരല്ല. വിധിയല്ലാതെ മറ്റൊന്നിനെയും കുറ്റപ്പെടുത്താൻ എനിക്ക് തോന്നില്ല എടുത്തി. നീ പറഞ്ഞതൊക്കെ ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഇതിലെനിക്ക് സംശയമൊന്നുമില്ല. പക്ഷെ എന്നാലും എനിക്ക് അശ്വതി ഒന്ന് നേരിട്ട് കാണണം. വേണം എടുത്തി, എനിക്കും അശ്വതി ചേച്ചിയെ കാണണം. ഒരുപാട് കാര്യങ്ങൾ എനിക്കും അറിയാനുണ്ട്. ഞാനൊന്ന് ചേച്ചിയെ വിളിക്കാം. ഹലോ ശ്യാമ. ആ ചേച്ചി, ഞാനും അമൃതയെടുത്തി ഒരുമിച്ചുണ്ട്. ഞങ്ങൾക്ക് ചേച്ചി ഒന്ന് കാണണം. വേണ്ട, ഞാൻ പറഞ്ഞിരുന്നതല്ലേ. അന്ന് ആ സാഹചര്യത്തില് ശ്യാമയോട് ഞാൻ തുറന്നു പറഞ്ഞു. അത് അവിടെ അവസാനിച്ചു. എനിക്കിനി ആരോടും ഒന്നും പറയാനില്ല. ചേച്ചി അങ്ങനെ പറയല്ലേ. അമൃതയെടുത്തിയുടെ ഒരു സമാധാനത്തിന് വേണ്ടി എനിക്ക് ചേച്ചി ഒന്ന് കണ്ടേ പറ്റൂ. ചേച്ചി പ്ലീസ്, ഞങ്ങളൊന്ന് വന്നോട്ടെ. ശരി, വന്നോളൂ. ശരി. നമ്മളോട് ചെല്ലാൻ പറഞ്ഞു. നീ ആരോടാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? ആനന്ദ നിലയത്തിലെ ശ്യാമ അമൃതേ. വാ, അകത്തോട്ടിരിക്കാം. വാ. എന്തിനാ ഇങ്ങോട്ട് വന്നേ? കൊല്ലാനോ വളർത്താനോ? ആളിനെ നിങ്ങക്ക് നന്നായിട്ടറിയാം. പേര് വസുന്ധര. ഉമ്മയോ? അതെ, നിങ്ങളുടെ അമ്മായിയമ്മ, അരുണിന്റെ അമ്മ. ആ അമ്മയായിരുന്നു ഞങ്ങളെ തമ്മിൽ പിരിച്ചത്. പക്ഷേ നിങ്ങളെ തമ്മിൽ എത്രയോ വട്ടം നേരിട്ട് കണ്ടിരിക്കുന്നു. ചേച്ചിക്ക് മോതിര സമ്മാനം തന്നു, പിന്നെ ചേച്ചി ബ്ലഡ് കൊടുത്തിരുന്നു. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അമ്മ തിരിച്ചറിഞ്ഞില്ലല്ലോ. അമ്മ എന്നെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അമ്മയ്ക്ക് പറഞ്ഞു കേട്ടുള്ള അറിവേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എന്നാലും അശ്വതിയുടെ പേര് കേട്ടിടും തിരിച്ചറിഞ്ഞില്ലേ? അത് ഞാൻ പറയാം. എന്റെ പേര് അശ്വതി എന്നല്ല.
അഭിരാമി എന്നാ എന്റെ പേര്. അല്ല, അതെന്തിനാ പേര് മാറ്റിയത്? അങ്ങനെ മാറ്റണം തോന്നി. അഭിരാമി എന്ന പേര് വെച്ച് അരുൺ എന്നെ കുറിച്ച് അറിയാൻ പാടില്ല എന്ന് തോന്നി. അങ്ങനെയാ ഞാൻ അശ്വതിയായത്. അതുകൊണ്ട് തന്നെ അരുണും അമ്മയൊന്നും എന്നെ ഇതുവരെ തിരിച്ചറിഞ്ഞില്ല. അത് അരുണേട്ടന് ചേച്ചിയെ യഥാർത്ഥത്തിൽ ഇഷ്ടമായിരുന്നോ അതോ കോളേജ് പ്രേമം മാത്രമായിരുന്നു എന്നാണോ? അരുണും ഞാനും സത്യസന്ധമായി ഇഷ്ടപ്പെട്ടിരുന്നവരാ. ഞാൻ കണ്ടതിൽ ഒരു നല്ല മനുഷ്യനായിരുന്നു അരുൺ. അരുൺ എന്നെ ഉപേക്ഷിച്ചതല്ല. ഞാൻ അരുണിനെ വഞ്ചിച്ചു പോയെന്നൊക്കെ ഒരു കഥ അരുണിലേക്ക് എത്തി. കൃത്യമായി ഒരുക്കിയ ഒരു നാടകമായിരുന്നു അതൊക്കെ. പക്ഷെ ആദിത്യനെല്ലാം അറിയായിരുന്നു. അമ്മയുടെ വാശിക്ക് മുന്നിൽ ആദിത്യന് വഴങ്ങേണ്ടി വന്നു. ശ്രീകുട്ടി ജനിച്ചിട്ടും അരുണേട്ടനെ കണ്ടെത്തണം തോന്നിയില്ലേ? ശ്രീകുട്ടി ജനിച്ചതുകൊണ്ടാ ഒരിക്കലും അരുണിനെ കാണണ്ടെന്ന് ഞാൻ തീരുമാനിച്ചത്. വിവാഹം കഴിച്ച് സന്തോഷത്തോടെ കഴിയുന്ന അരുണിന്റെ ജീവിതം അരുണിന്റെ തന്നെ കുട്ടി കാരണം തകരണ്ടെന്ന് ഞാൻ കരുതി. പിന്നെ ഇതിനിടയ്ക്കൊരു ജയിൽവാസം ഉണ്ടായി. ജയിൽവാസോ? അതെന്തിനാ? അത് വേറൊരു കഥയാ, പിന്നീടൊരിക്കൽ പറയാം. എന്തായാലും ശ്യാമയും അമൃതയും പേടിക്കണ്ട. ഞാൻ ഒരിക്കലും അരുണിന്റെ ജീവിതത്തിലേക്ക് വരില്ല. ഒരവകാശവും ചോദിച്ചു ഞാൻ വരില്ല. അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ ആവണ്ട. ചേച്ചി എന്തിനാ ആ രീതിയിലൊക്കെ സംസാരിക്കുന്നേ? ചേച്ചിയുടെ കാര്യങ്ങൾ അറിഞ്ഞത് മുതൽ ഇക്കാര്യത്തിൽ എന്ത് ചെയ്യാൻ സാധിക്കുമെന്നാ ഞങ്ങൾ ചിന്തിക്കുന്നേ. അശ്വതി, ടെൻഷൻ അടിക്കുന്ന കാര്യമാണെങ്കിൽ തന്നെക്കാളും പ്രശ്നങ്ങൾ ശ്യാമയ്ക്കുണ്ട്. തന്റെ കാര്യങ്ങൾ കുറച്ചു കണ്ടതല്ല. അവകാശം പറഞ്ഞു വരുമെന്ന് ഞങ്ങൾക്ക് ടെൻഷനാണെന്ന് അശ്വതി പറഞ്ഞതുകൊണ്ടേ ഒന്ന് സൂചിപ്പിച്ചതാ. സോറി. നിങ്ങളെപ്പോലെ രണ്ടുപേര് സ്നേഹത്തോടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വന്നത് തന്നെ വലിയ നന്ദിയുള്ള കാര്യമാ. പെട്ടെന്ന് ഞാനെന്തോ അങ്ങ് പറഞ്ഞു പോയതാ. സോറി. ഏയ്, ക്ഷമയൊന്നും ചോദിക്കില്ല ചേച്ചി. അതിരിക്കട്ടെ, ഇനി അശ്വതിയുടെ ലക്ഷ്യം എന്താ? എനിക്ക് എന്റെ മോളെ നന്നായിട്ട് വളർത്തണം. അവക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം. അതാ ഇപ്പോഴത്തെ എന്റെ ലക്ഷ്യം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.